നിങ്ങളെന്താ പറയുന്നത് അവർക്കൊന്നും പറയാം. നിങ്ങളൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഓക്കെ, വായിച്ചോ വായിച്ചോ. അല്ല, നിങ്ങൾ വായിക്കാന്നല്ല പറഞ്ഞേ. അല്ല അല്ല, അത് ശരിയല്ല. നിങ്ങൾ തെറ്റാൻ ഒന്ന് വായിക്കട്ടെ. പറഞ്ഞോളൂ. അങ്ങോട്ട് വായിച്ചേ. വായിക്കാത്തില്ല. അത്രയും വിശാലമായി പറഞ്ഞില്ലാണ്ട് നിങ്ങൾ വരുന്നുണ്ട്. അത് വെള്ളായികൾ പറഞ്ഞു ചർച്ച നടക്കാൻ പോകുന്ന വാർത്തകൾ നടക്കാൻ പോകുക നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നമുക്ക് നടക്കാൻ പോകുന്നില്ല പറയുന്നുണ്ടോ? പറഞ്ഞാൽ എന്റെ വിട്ട പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും പറയണം. കഴിഞ്ഞത് ഞാൻ കുറേ സമയം നിന്ന് ഞാൻ നിൽക്കണോ പോകണോ? അപ്പൊ അയാൾ പറഞ്ഞു എടുക്കാൻ പോകും. കുറേ സമയം നോക്കണ്ട. നിങ്ങൾ നമ്മൾ സമയത്തിൽ ചോദ്യമാണ്. അതൊന്ന് വായിച്ചു മരിച്ചു പോയ ഇമാം നബിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ അല്ല, അതൊന്നും അല്ല. ഇവരിപ്പോ പറഞ്ഞ ലാസ്റ്റ് നിൽക്കുന്ന പോയിട്ടുണ്ട്. നബി ഇമാമിന്റെ ഇബാദത്ത് കൊടുത്തു. ഇയാൾ പറഞ്ഞു അതില് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് തവസ്സുലുണ്ട്. ഞാൻ തവസ്സുലിന്റെ ഹുക്കുമത്ത് അത് ഞങ്ങൾക്ക് എന്താ വിദഗ്ധാണ്, വിദഗ്ധ ചെയ്യുന്ന ഒരു ഇമാമാകുമോ നല്ല ചോദിച്ചു. എന്തോ ആയിക്കോട്ടെ, ഇയാൾ അതിലുള്ളത് എന്താണെന്ന് ഇയാളെ നാവ് കൊണ്ടൊന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് പോവാം. കുറഞ്ഞ വരികളെ നിങ്ങൾ വായിച്ചു പറഞ്ഞോ. ഞാൻ വായിച്ചു പറഞ്ഞാൽ ആൾക്കാരല്ല അവിടെ നോക്കട്ടെ. അല്ല അല്ല അല്ല, ആ വാചകത്തില് ദീനിനെതിരായിട്ടുള്ള ചെറുക്ക് ഉണ്ടോ, വിജയത്തുണ്ടോ, അഥവാ ദീനിന് ഈ ചെയ്യുന്ന ഈ പറയുന്ന ആള് ഇവർ വമനക്തനിമായ സൂരു എന്നൊക്കെയല്ലേ പറയുന്നത്. അവിടെ പോയി ഇത് ചെയ്യണമെന്നല്ല. ചുമ്മാ എത്ര അല്ല അപ്പോൾ പറയുന്ന ആളുകളിലേക്ക് ഒന്നായി പറയുന്ന എനിക്ക് തോന്നിയതാണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. എന്താ വമനക്തനി എന്ന് പറയുന്ന ആരാ? ഒന്നിനമായി ഇപ്പോൾ പറഞ്ഞതിന് ശേഷം കൊള്ളാവുന്നതാണ്. അതെ അതെ, കൊള്ളാവുന്നത് എന്താണ് അതിന്റെ ബാക്കി എന്ന് വെച്ചാൽ അർത്ഥം മാത്രമല്ല. ഓക്കെ, കൊള്ളാവുന്നതാണ് ഒരർത്ഥം വെച്ചാൽ ശരിയാണ്. നിങ്ങൾ അവിടെ ചുമ്മാ ഒന്നിങ്ങോട്ട് വായിച്ചാൽ അതിനെ നമുക്ക് ഇല്ല. ഒന്നിനാക്ച്വലി നമ്മളങ്ങനെ അർത്ഥം എന്താ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ എന്റെ മതകീയമായി ഗ്രന്ഥം ഞാൻ പറഞ്ഞു. മതകീയ ഗ്രന്ഥാണ് മുപ്പത് കഴിഞ്ഞു. നിങ്ങളെ കഴിഞ്ഞു. നിങ്ങൾ തന്നെ കൈവഴിയല്ല പറയണോ? അത് ഞങ്ങൾ ബാധ്യതപ്പെട്ട വിഷയമാണ്. ചുമ്മാ ചുമ്മാ നമ്പർ അതിന്റെ മുന്നേ ആണെങ്കിൽ മുന്നേ വായിച്ചോ. അതിലുള്ള അനുകൂലത്തിന്റെ വായിച്ചോ. പ്രതിയല്ല എന്റെ പേടിയും നിങ്ങളൊന്ന് ഒരുപാട് കഴിഞ്ഞൊരു ഓഫീസിനെ അവരുടെ സംഭവം നല്ല നല്ല അറിയാൻ വിഷയോ എനിക്ക് ചർച്ച ചെയ്താൽ മതിയല്ലോ. സമ്മേളനങ്ങളിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രസ്ഥാനം പ്രമാണങ്ങളിലൂടെ എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സംശയമായിട്ട് മൂപ്പരെ തന്നെ പോകുന്നത്.
മൂപ്പര് പറയുന്ന അവര് പറയുന്ന പ്രമാണം അവർ ഞാൻ ഇവരെ കൂട്ടിയാണ് പ്രധാനങ്ങളിലാണ് ഇവരുടെ കൂട്ടിട്ടുണ്ടാണോ ഇവര് അപ്പൊ ആ പ്രമാണം നിങ്ങൾ ഈ പ്രസംഗിക്കുന്നൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ എന്ത് ധാരണയുണ്ട് ഭയങ്കര സഞ്ചാരമുണ്ട് എന്നൊരു ധാരണ. ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല, ഇവർക്ക് വായിക്കില്ല, അത്ര പറ്റില്ല, അതാ നിങ്ങൾക്ക് പിന്നിൽ. അപ്പൊ നിങ്ങൾക്ക് അത് ആവില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കഴിയില്ല, ഇത് ഇങ്ങനത്തെ വിഷയം പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് ഒഴിവായിട്ട് അടിസ്ഥാന വിഷയം എത്ര കാലമായി പുറത്തിറങ്ങാവോ നോട്ടീസ് ആയിട്ട് എന്റെ ശരിയല്ല. സാധാരണക്കാരൻ വിജയം മാത്രം പറയുമ്പോൾ വരെ പറയാം നമ്മളുടെ ചർച്ചകളാണ്. സാധാരണക്കാരന്റെ വ്യവസ്ഥാപിതമായ ഒരു മറുപടി നിങ്ങൾ അറിയിക്കുന്നുണ്ട്, അതായത് രൂപത്തിലയക്കണം. ഓക്കെ, അത് രൂപത്തിനെന്താ കുറവുള്ള എന്താ കുറവ് അതൊന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞ വിഷയങ്ങള് നിങ്ങൾ ഞാൻ അറിയുന്നില്ല. അല്ല ടേപ്പ് ചെയ്ത മൂപ്പർ അറിയുകയും ചെയ്യും. കിതാബ് ഇവിടെ ഉണ്ട്, പണ്ഡിതന്മാരിവിടെ ഉണ്ട്, സ്ഥാപനം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ടേപ്പ് വേണമെങ്കിൽ ഞാൻ ഒരു കൃത്രിമം തരത്താൽ നിങ്ങളെ കയ്യിൽ തരാം. ഇപ്പം തന്നെ ടേപ്പ് എടുത്ത് നിങ്ങളെ കയ്യിൽ തരാം. സ്ഥാനത്തോട് യോജിച്ചില്ല എന്നല്ലാതെ അല്ല മിഷൻ ടേപ്പ് ഓരോ കൈ അയാളെ കയ്യിൽ ഇപ്പം കൊടുക്കുക, അയാൾ കോപ്പി എടുത്തിട്ട് ഇപ്പം തന്നോട്ടെ. ഒരു കൃത്രിമം ചെയ്തില്ല. വിഷയത്തിൽ മാത്രം കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല അയാൾ പറയട്ടെ, മൂപ്പർക്ക് അവസരം കൊടുക്കാം. ഇവർക്കൊരു അവസരം കൊടുക്കുക. നിങ്ങൾ ഇതാ സുഖമാണ്, ഇനി എന്തെങ്കിലും നിങ്ങളൊന്ന് വായു തുറക്കലുണ്ടാവും. നിങ്ങളൊന്ന് വായു തുറക്കൽ പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് പറഞ്ഞേ മാറ്റി പറയാനോ പിന്നെ കേരളത്തിന്റെ കാര്യം പറയാനോട് പറഞ്ഞു. അപ്പൊ അതൊരു വിജയമല്ല. ക്യാമറ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട കൊടുത്തൂടെ? ഇവിടെ സൗകര്യം സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ടേപ്പ് ഞാൻ തരാം. അത് വേണം എഴുതി ഒപ്പിട്ടരാം. ടേപ്പ് ഇപ്പം നിങ്ങളെ കയ്യിൽ തരാം, കോപ്പി എടുക്കാൻ വേണ്ടി തരാം എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ടരാം. ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങളെ സൗകര്യം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എത്ര സ്ഥലത്ത് ഉപയോഗിച്ചൂടെ? ക്ലിപ്പായിട്ട് എത്ര സ്ഥലത്ത് ഉപയോഗിക്കാൻ തരാം. ഇപ്പൊ ക്ലിപ്പ് യുഗമല്ലേ? ആ, നിങ്ങൾക്ക് ഒരു ചെലവില്ല, ക്യാമറയുടെ ചെലവില്ല, ആർക്കും പറയാം, ഏതായിട്ടും പറയാം. നമുക്കിപ്പോ എത്രയേ ഉള്ളൂ, ഒരാളില്ലായിട്ടൊന്നും നമുക്കില്ല. നിങ്ങളാണ് ഇത് നിങ്ങളിപ്പോ ഇവിടെ സാറോട് സെറ്റിംഗ് എടുത്താല് സാറ് വിഷയമായി ഒന്നും അറിയാം, ഏതാ പശ്ചാത്തലം സെറ്റിംഗ് കാണിക്കും. ഞങ്ങളിങ്ങനെ സ്ഥലത്തേക്ക് പോയി ചിലപ്പോൾ പ്രിൻസിപ്പാളെ കണ്ടു, അദ്ദേഹത്തിന് മറുപടി പറഞ്ഞാൽ പറയും. സാറ് ഇതിന്റെ എന്താ പശ്ചാത്തലം എന്താണ് വിഷയം അറിയാതെ ഇതിൽ ഇടപെട്ടാല് അത് ശരിയാവില്ല. നമ്മളാണ് നല്ല ശരിക്കും അല്ല പ്രിൻസിപ്പാളോട് ചോദിച്ചു, പ്രിൻസിപ്പാൾ സമ്മാനം തന്ന വീഡിയോ സമ്മാനം തന്ന വീഡിയോ വേണം ഞാൻ ആദ്യം അത് സ്ഥാപിക്കാം. കഴിഞ്ഞില്ല നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ കൂടെ ഒന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വരെ പോകണം. ഈ ടൈപ്പില്ല, ജസ്റ്റ് കോപ്പി ഞങ്ങൾക്ക് തരാം. ഒരു മാറ്റം നിങ്ങൾ വരുത്തണ്ട. ഒരു മാറ്റം അല്ല, ഞങ്ങൾ എവിടെങ്കിലും ഇതൊരു വിഷയത്തിൽ നടത്തിയെടുത്തിട്ട് അല്ല ഞങ്ങളെ ഒരു സെക്കൻഡ് അല്ല ഒരു എന്നെ ക്ലാസ്സിൽ എന്നോട് വിളിച്ച് നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളിതൊരു വാദമൊന്നുമില്ല, ഒന്നും എന്തിനായിരുന്നു നിങ്ങൾ എന്നെ പറയൂ. രാവിലെ വാക്കെടുത്ത് പറയും, സംഗതികളുടെ വിഷയം പറയും, അങ്ങനൊരു സംശയമുണ്ട്. അപ്പൊ ആ നിലക്ക് ക്യാമറയുടെ കാര്യം പറഞ്ഞില്ല. ആ നിലക്ക് ഒരാൾ വരും എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് മാറ്റുക.
അതിന്റെ മുമ്പിൽ തൊട്ടോ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആയിക്കോട്ടെ. നിങ്ങളെ ഈ ഭാഗത്തുകൾ ഞാൻ നോക്കി എത്തുണ്ട്, നിങ്ങൾ ഈ ഭാഗത്തുകൾ ഞാൻ നോക്കി, അതിന് ഒരു പ്രശ്നവുമില്ല, അതിന് ശിക്ഷയില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പോയി ശുപാർശ തന്നെ ശിർക്കല്ലേ അല്ലാന്ന് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് വഖദ് ജിئ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തഗ്ഫിറൻ ബിക ഇലാ റബ്ബി റസൂലുള്ളാഹി നേരെ പിതാവോട് കൂടി ശുപാർശ ചോദിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ആ വാദത്തിൽ ഇല്ലാതാണെന്ന വാദം അവിടെ ഇല്ലാതാണോ വാദം? ഈ ശുപാർശ വേദനുണ്ടോ? അവരുടെ ശുപാർശ വേദനുണ്ടായിരുന്നു.